നമസ്തേ. എട്ടാണ്ടെത്തിയ മോരുമെൻ്റെ ശിവനെ, ചുണ്ണാമ്പു ചോറും പുഴുക്കൂട്ടം തത്തിടുമുപ്പിലിട്ടതുകളുമഹോ, കൈപ്പേറുമുപ്പേരിയും പൊട്ടച്ചക്കയിൽ മോരൊഴിച്ച് വഷളാക്കി തീർത്ത കൂട്ടാനും ഇമ്മട്ടിൽ ഭക്ഷണമുണ്ട് ഛർദി വരുമാറ് എറണാകുളം ഹോട്ടലിൽ. സരസനായ ഒരു കവി എറണാകുളത്തെ ഒരു ഹോട്ടലിൽ ചെന്ന് ഭക്ഷണം കഴിച്ചു. അപ്പോഴത്തെ അനുഭവം വർണ്ണിക്കുകയാണ് ഈ ശ്ലോകത്തിൽ. എന്തൊക്കെയാണ് അദ്ദേഹം പറയുന്നത്? എട്ടാണ്ടെത്തിയ മോരുമെൻ്റെ ശിവനെ, ചുണ്ണാമ്പ് ചോറും, 8 കൊല്ലം പഴക്കമുള്ളതായ മോര് എന്നാ പറയുന്നത്. അത് കുറച്ച് അതിശയോക്തിയായിട്ട് കണക്കാക്കാം. നല്ല പഴക്കമുള്ള മോര് എന്നർത്ഥം. അപ്പോൾ അതിന് അധികമായിട്ടുള്ള നാറ്റം ഉണ്ടാവും, ചിലപ്പോൾ പുഴു തന്നെ ഉണ്ടായിരുന്നു വരും. പിന്നെ ചുണ്ണാമ്പ് ചോറും, ചുണ്ണാമ്പ് പോലെ വെന്ത് അരഞ്ഞതായ ചോറ്. ഈ കുട്ടികൾക്കൊക്കെ പല്ലില്ലാത്ത കാലത്ത് ഭക്ഷണം കൊടുക്കുമ്പോൾ അങ്ങനെ ചോറ് അരച്ച് തരിയൊന്നും ഇല്ലാതെയാണല്ലോ കൊടുക്കുക. അതുപോലെ ആയിട്ടുണ്ട് എന്നർത്ഥം. വെന്ത് പുഴുക്കൂട്ടം തത്തിടുമുപ്പിലിട്ടതുകളും. ഉപ്പിലിട്ടത് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അത്ര മനസ്സിലാവണമെന്നില്ല. അച്ചാറ് എന്ന് പറഞ്ഞാൽ വേഗം മനസ്സിലാവും. നാരങ്ങയോ മാങ്ങയോ നെല്ലിക്കയോ ഒക്കെ ആവാം, മുളകോ കൂട്ടിച്ചേർത്ത്. അത് പുഴുക്കളുള്ളതാണെന്ന് ഒരിലയിൽ വിളമ്പിയാൽ അടുത്ത ഇലയിലേക്ക് തന്നെ പൊക്കോളും. അത്ര പഴക്കമുണ്ട് എന്നർത്ഥം. കൈപ്പേറും ഉപ്പേരിയും. ഉപ്പേരി എന്ന് വെച്ചാൽ വറുത്തുപ്പേരിയല്ല, മെഴുക്ക് വരട്ടി, തോരനുമല്ല. അത് പച്ചക്കറി നല്ലതുപോലെ പാകം വന്നതല്ല എന്നുണ്ടെങ്കിൽ, അത് വേവിച്ചത് ശരിയല്ല എന്നുണ്ടെങ്കിൽ, ഉപ്പ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള സാധനങ്ങളൊക്കെ ചേർക്കുന്നത് കൃത്യമായിട്ടല്ല, കരിയ പുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിന് കയ്പൊക്കെ വരും, കഴിക്കാൻ പറ്റാണ്ടേ പോകും. കയ്പയ്ക്കയുടെ കയ്പ് പോലെ അല്ലാതെ എന്നർത്ഥം. അങ്ങനെയുള്ള ഉപ്പേരി. പിന്നെയോ പൊട്ടച്ചക്കയിൽ മോരൊഴിച്ച്. സാധാരണ ഈ ചക്ക കൂട്ടാനിൽ മോരൊഴിച്ച് വയ്ക്കുക അങ്ങനെ പതിവില്ല. ഇപ്പോൾ പുതിയ പരീക്ഷണത്തിലൊക്കെ ഉണ്ടായിന്ന് വരാം. അപ്പം ഇവിടെ പൊട്ടയായിട്ടുള്ള ചക്കയാണ് മഹാചീത്ത, അതിൽ മോരൊഴിച്ചാണ് കൂട്ടാൻ വച്ചേക്കുന്നത്. വഷളാക്കി തീർത്ത കൂട്ടാനും മഹാചീത്തയായിട്ടുള്ള കൂട്ടാൻ. ഇമ്മട്ടിൽ ഭക്ഷണമുണ്ട് ഛർദി വരുമാറ് നാവും നമുക്ക്. എറണാകുളം ഹോട്ടലിൽ. എറണാകുളത്തെ ഒരു ഹോട്ടലിലെ അനുഭവമാണ് അദ്ദേഹം പറയുന്നത്. ഇത് എറണാകുളത്തെ മാത്രമായിട്ട് കണക്കാക്കണ്ട, ധാരാളം നഗരങ്ങളിൽ ഇങ്ങനെയുള്ള ഹോട്ടലുകളുണ്ട്. അവിടെ അവർക്ക് ലാഭമാണ് പ്രധാനം. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ഗുണമോ ഒന്നും നോക്കാറില്ല. ഇതിപ്പോൾ കുറച്ച് പഴയ കാലത്തെയാണ്. പുതിയ കാലത്താവുമ്പോൾ വിഭവങ്ങൾക്കൊക്കെ മാറ്റം ഉണ്ടാകുമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിലുണ്ടാകുന്ന കൃത്രിമത്വം, ശുചിയില്ലായ്മ, വിഷാംശം ഒക്കെ കൂടുതലായിരിക്കും. അങ്ങനെ ഉള്ള ഭക്ഷണത്തെക്കുറിച്ച് ഇപ്പോൾ ധാരാളം വാർത്തകൾ വരാറുണ്ട്. പഴകിയ ഭക്ഷണം പിടിച്ചു എന്നൊക്കെ ഉള്ളത്. അങ്ങനെയുള്ള ഭക്ഷണം കഴിച്ചാൽ നമുക്കെന്താ സംഭവിക്കുക? വയറിന് അസുഖം വരും. വയറിന് അസുഖം വന്നു കഴിഞ്ഞാൽ അത് മറ്റു പല രോഗങ്ങൾക്കും കാരണമാകും. ഡോക്ടർമാർ, വൈദ്യന്മാരൊക്കെ പറയുന്നത് പല രോഗങ്ങളുടെ ആരംഭം വയറിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ നല്ല ഭക്ഷണം കഴിക്കുകയാണ് വേണ്ടത്. വളരെ വില കൂടിയ ഭക്ഷണം എന്നല്ല അതിനർത്ഥം. നമ്മുടെ ശരീരത്തിന് യോജിച്ച രോഗം വരാത്ത ഭക്ഷണം. അതെങ്ങനെയുള്ളതാണ്? ചൂട് അധികമില്ലാത്തത്, ഉപ്പ് മുളക് തിറങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, പുളി ഒക്കെ മിതമായിട്ടുള്ളത്, അങ്ങനെയുള്ള ഭക്ഷണമാണ് കഴിക്കേണ്ടത്. അത് ആരോഗ്യത്തിന് നല്ലതാണ്.
അപ്പോൾ വയറിന് അസുഖമൊന്നും ഇല്ലാതിരുന്നാൽ പൊതുവേ മറ്റ് രോഗങ്ങളും കുറവായിരിക്കും. അപ്പം അങ്ങനെയുള്ള ഭക്ഷണം കഴിക്കുകയാണ് വേണ്ടത്. പക്ഷേ ഇപ്പോൾ ഫ്രിഡ്ജൊക്കെ വന്നതോടുകൂടി പഴയ ഭക്ഷണം കഴിക്കലാണ് എല്ലാവരുടെയും സ്വഭാവം. അത് പരമാവധി ഒഴിവാക്കുക. ഹോട്ടലുകളിൽ നിന്നുള്ള ഭക്ഷണമൊക്കെ ഒഴിവാക്കുക. അങ്ങനെയായാൽ നമുക്ക് ആരോഗ്യം നിലനിർത്താൻ സാധിക്കും. അതിന് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു. ഈ ശ്ലോകം സരസമായത് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. SSLC. നമസ്കാരം.